കാർഷിക വാർത്തകൾ. രാസവളങ്ങളില്ലാതെ കൂടുതൽ വിളവ് ലഭിക്കാമെന്ന് തെളിയിച്ച് ഇസ്രായേൽ ഗവേഷകർ. പ്രത്യേക ഫംഗസ് മിശ്രിതം ഉപയോഗിച്ച് വിളവും രുചിയും വർദ്ധിപ്പിക്കാനാകുമെന്നാണ് പുതിയ കണ്ടെത്തൽ. ലോക ജനസംഖ്യ ഉയരുന്നതിനൊപ്പം ഭക്ഷ്യസുരക്ഷ വലിയ വെല്ലുവിളിയായി മാറുകയാണ്. കൂടുതൽ വിളവിനായി അമിതമായി ഉപയോഗിക്കുന്ന രാസവളങ്ങളും കീടനാശിനികളും മണ്ണിന്റെ ആരോഗ്യവും മനുഷ്യരുടെ ജീവിതവും അപകടത്തിലാക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ കണ്ടെത്തൽ ശ്രദ്ധേയമാകുന്നത്. ജെറുസലേമിലെ ഹിബ്രു സർവകലാശാലയിലെ പ്രൊഫസർ മാഗി ലേവിയും സംഘവും നടത്തിയ പഠനത്തിലാണ് സ്യൂഡോസൈമ അഫിഡസ് എന്ന ഫംഗസിന്റെ പ്രത്യേക അംശങ്ങൾ കാർഷിക മേഖലയ്ക്ക് ഗുണകരമാണെന്ന് കണ്ടെത്തിയത്. ഈ ഫംഗസ് മിശ്രിതം ഉപയോഗിച്ചപ്പോൾ തക്കാളി, തണ്ണിമത്തൻ തുടങ്ങിയ വിളകളുടെ ഉൽപ്പാദനം ഗണ്യമായി ഉയർന്നതായി ഗവേഷകർ പറയുന്നു. സാധാരണയായി വിളവ് കൂടുമ്പോൾ രുചിയിലും ഗുണനിലവാരത്തിലും കുറവ് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചപ്പോൾ പഴങ്ങൾ കൂടുതൽ മധുരമുള്ളതും മികച്ച ഗുണമേന്മയുള്ളതുമായി കണ്ടെത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ഇന്ത്യൻ ഭക്ഷണങ്ങൾക്ക് ലോകത്ത് ആവശ്യം വർദ്ധിക്കുമ്പോൾ ഗുണമേന്മയും വിശ്വാസവും ഉറപ്പാക്കി ഇന്ത്യൻ ഫുഡ് പ്രോസസിംഗ് മേഖല പുതിയ വളർച്ചയിലേക്ക്. രുചിക്കൊപ്പം ആഗോള നിലവാരവും സ്വന്തമാക്കാനാണ് ഇന്ത്യൻ കമ്പനികളുടെ ശ്രമം. ഒരു കാലത്ത് ഇന്ത്യൻ ഭക്ഷണ ഉൽപ്പന്നങ്ങൾ പ്രധാനമായും പ്രാദേശിക വിപണികളിൽ മാത്രമായിരുന്നു ശക്തമായിരുന്നത്. കാരണം വലിയ തോതിൽ ഉൽപ്പാദിപ്പിച്ചാലും ഒരേ രുചി, ഗുണമേന്മ, ശുചിത്വം എന്നിവ സ്ഥിരമായി നിലനിർത്തുന്നത് എളുപ്പമല്ലായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യൻ ഫുഡ് പ്രോസസിംഗ് മേഖല വലിയ മാറ്റത്തിന്റെ വഴിയിലാണ്. ഉപഭോക്താക്കൾ ഇനി ഒരു ഭക്ഷ്യ ഉൽപ്പന്നം മാത്രം വാങ്ങുന്നില്ല, അവർ വിശ്വാസമാണ് വാങ്ങുന്നത്. ഉൽപ്പന്നം എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെ നിർമ്മിക്കുന്നു, ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ, ഓരോ തവണയും ഒരേ ഗുണമേന്മ ലഭിക്കുമോ എന്നതാണ് ഉപഭോക്താക്കളുടെ പ്രധാന ചോദ്യങ്ങൾ. ഇത് മനസ്സിലാക്കിയ ഇന്ത്യൻ കമ്പനികൾ ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യകളിലേക്ക് വൻ നിക്ഷേപമാണ് നടത്തുന്നത്. ഓട്ടോമേറ്റഡ് പ്രൊഡക്ഷൻ ലൈൻ, അഡ്വാൻസ്ഡ് ഫ്രീസിംഗ് ടെക്നോളജി, അന്താരാഷ്ട്ര ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കേഷനുകൾ, കോൾഡ് ചെയിൻ ലോജിസ്റ്റിക്സ് തുടങ്ങിയ സംവിധാനങ്ങൾ വ്യാപകമാകുന്നു. ഇന്ത്യൻ ഭക്ഷണ വ്യവസായത്തിന്റെ ശ്രദ്ധ ഇനി ഹോം മെയ്ഡ് രുചിയിൽ മാത്രമല്ല, സ്ഥിരതയുള്ള ഗുണമേന്മയിലേക്കാണ് മാറുന്നത്. കാരണം ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ഒരു ചെറിയ ഗുണനിലവാര പ്രശ്നം പോലും ഒരു ബ്രാൻഡിന്റെ വിശ്വാസ്യതയെ ആഗോളതലത്തിൽ ബാധിക്കാം. അതേസമയം ഇന്ത്യൻ രുചികൾക്ക് ലോകവ്യാപകമായ ആവശ്യം വർദ്ധിക്കുകയാണ്. സ്പൈസിയായ ഭക്ഷണങ്ങൾ, വെജിറ്റേറിയൻ വിഭവങ്ങൾ, ഇന്ത്യൻ സ്നാക്സുകളും റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങളും ഇന്ന് ആഗോള വിപണിയിൽ കൂടുതൽ ഇടം നേടുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കിനി രുചികളുടെ രാജ്യം എന്നതിലുപരി വിശ്വസനീയമായ ഭക്ഷ്യനിർമ്മാണ ശക്തിയായി മാറാനുള്ള അവസരമാണ് മുന്നിലുള്ളത്. കാരണം ആഗോള വിപണിയിൽ കൗതുകം സൃഷ്ടിക്കുന്നത് രുചിയാണെങ്കിൽ ബ്രാൻഡ് നിർമ്മിക്കുന്നത് സ്ഥിരതയും വിശ്വാസവുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. കർഷക ഉൽപാദക സംഘടനകളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ അമൂൽ മാതൃകയിൽ പുതിയ ഫെഡറേഷൻ സംവിധാനം കൊണ്ടുവരാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ചെറിയ FPOകളുടെ വിപണി നിക്ഷേപ പ്രതിസന്ധികൾ മറികടക്കുകയാണ് ലക്ഷ്യം. കർഷകരെ വിപണിയുമായി കൂടുതൽ ശക്തമായി ബന്ധിപ്പിക്കാൻ FPOകളെ ശക്തിപ്പെടുത്താനുള്ള നീക്കവുമായി കേന്ദ്ര സർക്കാർ. സർക്കാർ സഹായം പിൻവലിച്ചതിന് ശേഷം 50% FPOകൾ പ്രതിസന്ധിയിലാകുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിന് പരിഹാരമായി അമൂൽ മാതൃകയിൽ 3 തല ഫെഡറേഷൻ സംവിധാനം ദേശീയ നയത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചെറിയ FPOകളെ കൂട്ടിയിണക്കി വിപണി, നിക്ഷേപം, വായ്പാ സൗകര്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. മഹാരാഷ്ട്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഫെഡറേഷനുകൾ ഇതിനകം മികച്ച വരുമാനവും വ്യാപാര വളർച്ചയും രേഖപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ ടിവി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.